ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ KFCയുടെ മറ്റൊരു വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് KFC ഒക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാനൊരു 3-4 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ആക്കിയതുകൊണ്ട് അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ പുളി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഹാഫ് ലെമണാണ്. അതൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇടാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഫ്രൈഡ് ചിക്കൻ്റെ കട്ട് പീസ് സൈസൊക്കെ അറിയാമല്ലോ, ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് സ്ട്രിപ്സ് കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ബ്രസ്റ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ പെപ്പർ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മളൊരു മിനിമം 2-3 ഹവേഴ്സെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ 2-3 ഹവേഴ്സൊന്നുമല്ല, ഒരു ദിവസം തന്നെ വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ഇനി ഒന്നുകൂടെ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മിൽക്കും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും അതിന് ശേഷം ആ ഒരു മിക്സ് നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിന് ശേഷം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള കുറച്ച് പൗഡറും കൂടെ വേണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വീണ്ടും മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസും അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 കൈയും യൂസ് ചെയ്ത് തന്നെ കോട്ട് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റതിൽ നനവുള്ളതാണല്ലോ, അത് നമ്മുടെ ആ കൈ കൊണ്ട് തന്നെ ചെയ്യുമ്പം ഈ പൗഡറും ആകെ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. സാധാരണ ഞാനിത് ഉണ്ടാക്കുമ്പം ഈ പണികളെല്ലാം അയ്മൻ്റെ ടാസ്ക്കാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നമ്മളൊന്ന് പുറത്ത് പോയി വന്നപ്പോഴത്തേനും ആൾ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നപ്പോൾ ഇത് കുറച്ച് അധികം പണിയായി തോന്നി. സത്യം പറഞ്ഞാൽ പകുതി എത്തിയപ്പോൾ പിന്നെ ഇത് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു വരെ തോന്നി. എല്ലാ പ്രാവശ്യവും ഇത് അങ്ങനെ തന്നെയാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാൻ നിൽക്കും, പിന്നെ പകുതി എത്തുമ്പോൾ തോന്നും ഓർഡർ ചെയ്താൽ മതിയായിരുന്നു എന്ന്. എന്തായാലും ഈ ഒരു 3 പീസ് കൂടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ട്രിപ്പിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ടാവണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോ പീസും നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കാൻ വേണം, കയ്യിലേക്ക് തെറിക്കാണ്ട് നോക്കുക. അപ്പോൾ ഒന്നായി കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ശരിക്കും ഈ ഒരു കളർ വരുമ്പോഴാണ് ആ ഒരു KFCയുടെ ലുക്കൊക്കെ വരുന്നത്. പക്ഷേ നല്ലോണം ഒന്നുകൂടെ കുക്കാകാൻ വേണ്ടിയിട്ട്, വലിയ പീസാണല്ലോ, അപ്പോൾ ഒന്നുകൂടെ കുക്കാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. പിന്നെ ഇതൊന്നും വലിയ ഹെൽത്തി ഒന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഞാനിങ്ങനെ ബാക്കിയുള്ളതും കൂടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് കുക്കായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കേണ്ട തന്നെ. ആ ടൈമിൽ ഇതിലേക്കുള്ള സാലഡ് ഉണ്ടല്ലോ, കോൾസ്ലോ, അതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഈ ഒരു ക്യാബേജും ക്യാരറ്റും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വിനീഗറും അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മയണൈസാണ്. ഈ മയണൈസും ഞാൻ ഹോം മെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഒന്നുകൂടെ ഇഷ്ടമായതുകൊണ്ട് അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഇത് കുറച്ച് അധികം പണിയായി പോയത് കേട്ടോ. എന്തായാലും അങ്ങനെ നമ്മുടെ സാലഡ് ഇവിടെ നല്ലോണം ഒന്ന് ഈ മയണൈസുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന ടൈമിൽ തന്നെയുള്ള രണ്ടാമത്തെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴുകുക എന്നുള്ളതാണ്. അത്യാവശ്യം പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ചിലരൊക്കെ കുക്കിംഗ് ഇഷ്ടമാണ്, പക്ഷേ പാത്രം കഴുകാമെന്ന് ആലോചിക്കുമ്പം മടിയാണ് എന്നൊക്കെ. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും ഒന്ന് സ്റ്റൗവിലുണ്ടാവും, നമ്മളെ കണ്ണവിടെ വേണ്ടി വരുമല്ലോ. പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അത് മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പണികളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാണ്. അടുത്ത ടിപ്പ്, എന്തായാലും നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്.
കുറച്ച് പൊട്ടാറ്റോ കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫ്രോസൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.